ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പഴയൊരു വിഭവമായിട്ടാണ് കേട്ടോ. ചക്കപ്പുഴുക്ക് ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത് അല്ലേ? ചക്കപ്പുഴുക്കാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചക്ക ഇതൊക്കെ പോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചവണയൊക്കെ മാറ്റി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. തേങ്ങ എത്ര അധികം ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ കൂടുതൽ ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടി വരിക. പിന്നെ നമുക്ക് തേങ്ങയിലോട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. അത്യാവശ്യം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്, അതുകൊണ്ട് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറൊന്ന് മൂടി വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കാൻ വയ്ക്കാം. എന്താ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനതിൽ കുറച്ച് കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഇട്ടാൽ ടേസ്റ്റ് കൂടുന്ന പറയാം. അതുകൊണ്ട് ഞാൻ 2-3 ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ചെടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിന് ഒന്ന് വിസിൽ വരട്ടെ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കുക്കർ ഇതാ തുറന്നിട്ടുണ്ട്. ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിത് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉടയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അടിച്ച് വെച്ച തേങ്ങ ഇതിലിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിലെല്ലാം ചേരട്ടെ. ഇതിലിപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ടൈമിന് ഇട്ട് കൊടുക്കേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉടച്ചെല്ലാം ഇതിൽ ചേരുന്നവരെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ എല്ലാം കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അത് ടൈറ്റായി വരും. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ടൈറ്റാക്കി എടുക്കാം. ഇതേപോലെ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തവരുണ്ടെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.